ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്പിൽ റീസെൻ്റ്ലി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആപ്പ് അപ്ഡേറ്റ് ആയപ്പോൾ ഓർഡർ പ്രോസസ്സിങ്ങിൻ്റെ മെത്തേഡെല്ലാം മാറി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പുതിയ അപ്ഡേഷൻ്റെ അകത്ത് ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്കാണത്. പിന്നെ കൂടുതൽ വായിച്ചറിയാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഒരു ബ്ലോഗായിട്ടും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും വായിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ വരാം. നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ പോർട്ട്ഫോളിയോയിൽ പോയിട്ട് പോർട്ട്ഫോളിയോയിൽ നിന്ന് നമുക്ക് കൂടുതൽ സ്റ്റോക്ക് മേടിക്കണമെങ്കിൽ അതിൻ്റെ അത് തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബൈ ഡയറക്റ്റ്ലി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിനകത്ത് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്തൊരു കമ്പനി, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ITC എന്നുള്ള കമ്പനിയാണെങ്കിൽ ITC നമ്മൾ സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. അത് നമ്മൾ NSE എന്നാണോ BSE എന്നാണോ മേടിക്കുന്നത് നമുക്കുള്ളത് സെലക്ട് ചെയ്യാം. അവിടെ ഞാൻ NSE സെലക്ട് ചെയ്തു. സിമ്പിൾ ഇതിലേക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡായി. വാച്ച് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബൈ ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയി വരും. ബൈയോ സെല്ല് എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് ബൈ ആണെങ്കിൽ ബൈ സെലക്ട് ചെയ്യാം, സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യാം. ചാർട്ട് കാണാൻ ഇവിടെ ചാർട്ട് കാണാൻ സാധിക്കും. സ്റ്റോക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓപ്ഷൻ ചെയിൻസ് കാണണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. ഞാൻ ബൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ബൈയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ബൈയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി എടുക്കുന്ന ഓർഡറാണോ, മാർജിൻ അതായത് ലോൺ ടൈപ്പിൽ ഉറക്കണോ, ഇൻട്രാഡേ ഏതാ വേണ്ടത് നമുക്ക് ഇൻസ്ട്രോൾ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി അടിക്കാനുള്ള ഓപ്ഷനാണ്. മാർക്കറ്റ് ഓർഡർ ആണോ ലിമിറ്റ് ഓർഡർ ആണോ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇവിടെ. ലിമിറ്റ് ഓർഡർ ആണെങ്കിൽ ഇവിടെ നമുക്ക് പ്രൈസ് എൻ്റർ ചെയ്യാം. ഞാനപ്പോൾ പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ഒന്നേക്കാൾ വലിയൊരു അപ്ഡേറ്റ്, നല്ലൊരു അപ്ഡേറ്റ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന ഒരു കാര്യം കാണിച്ചു തരാം. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ ഓപ്ഷൻസ് ഒന്നാണ്. അപ്രോസിയേറ്റ് മാർജിൻ, റിക്വയർഡ്, അവൈലബിൾ മാർജിൻ. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്വാണ്ടിറ്റി അടിച്ചു കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് ഈ ഓർഡർ ബൈക്ക് വരുന്നത് എന്നുള്ളതും നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് കാണിച്ചു തരും. ഞാനിപ്പോൾ ഒരു ക്വാണ്ടിറ്റി അടിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 205 രൂപയ്ക്ക് ആണ് ഒരു ക്വാണ്ടിറ്റി പ്രൈസ്. അപ്പോൾ അപ്രോസിയേറ്റ് മാർജിൻ റിക്വയർഡ് 205 അത് ഡെലിവറി എടുക്കുന്ന ഓർഡർ ആണെങ്കിൽ. നമ്മൾ മാർജിനിലാണ് ബൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാർജിൻ ക്ലിക്ക് ചെയ്യാണ്, ഞാൻ സെലക്ട് ചെയ്യാണ് മാർജിൻ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അപ് ടു 4 ടൈംസ് നമുക്ക് മാർജിൻ തരുന്ന, അതായത് ഈ 205 രൂപയുടെ സാധനം മേടിക്കാനായിട്ട് നമ്മൾ വെറും 42 രൂപ 10 പൈസ മുടക്കിയാൽ മതി. അതാണ് നമുക്ക് മാർജിൻ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് നല്ലൊരു ഫീച്ചറാണ് ശരിക്കും പുതിയൊരു അപ്ഡേഷനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇൻട്രാഡേ ഓർഡർ എടുക്കണമെങ്കിൽ എത്ര രൂപ വരും നോക്കാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും 205 രൂപയുടെ ഒരു ക്വാണ്ടിറ്റി മേടിക്കാൻ നമുക്ക് 20 രൂപ കയ്യിൽ മതി. അത് വെച്ച് നമുക്ക് 200 രൂപ കഴിയും. ഇപ്പോൾ നമ്മളിവിടെ ഒരു 10 ക്വാണ്ടിറ്റിയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഇൻട്രാഡേ ട്രേഡിൽ 10 ക്വാണ്ടിറ്റി ആണെങ്കിൽ 205 രൂപയാണ് വേണ്ടത്. അതൊരു 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ 100 ക്വാണ്ടിറ്റി കഴിഞ്ഞാൽ 2053 രൂപയ്ക്ക് നമുക്ക് 100 ക്വാണ്ടിറ്റി ഇൻട്രാഡേ ട്രേഡ് എടുക്കാൻ സാധിക്കും. ഇത് ആണ് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻസൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് മാർജിനിലാണ് ബൈ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യണമെങ്കിൽ നേരെ മാർക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ലിമിറ്റ് പ്രൈസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി വന്നേക്കണം അപ്ഡേറ്റിനകത്ത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ആപ്ലിക്കബിൾ ചാർജസ് എന്നുള്ളത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഞാൻ ഇൻട്രാഡേ ആണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആപ്ലൈ ചാർജ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രാഡേ ട്രേഡ് എടുക്കുമ്പോൾ എക്സ്ട്രാ എത്ര രൂപ ചാർജസ് വരുന്നുണ്ട് അതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ബ്രോക്കറേജ് ആയിട്ട് വരുന്നത് 20 രൂപ, ട്രാൻസാക്ഷൻ ചാർജ് വരുന്നത് 0.56, അതായത് 0.00275%. ഇനി STT എത്രയാണ് വരുന്നതെന്ന് കാണാൻ സാധിക്കും. ഇത് ഇൻട്രാഡേ ആയതുകൊണ്ട് DP ചാർജ് വരുന്നില്ല. സെബിയുടെ ചാർജ് എത്രയാണ് വരുന്നതെന്ന് കാണാൻ സാധിക്കും. GST ടോട്ടൽ എത്ര രൂപ എക്സ്ട്രാ വരുന്നതാണ് ഈ ട്രേഡിന് കാണിക്കുന്നത്. ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. ശരിക്കും നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ആൾക്കാർ ട്രേഡ് എടുത്ത് കഴിയുമ്പോഴായിരിക്കും എത്ര രൂപ എക്സ്ട്രാ വരുന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത്. അവരെല്ലാവരും ബ്രോക്കറേജ് മാത്രമാണ് ചിന്തിക്കുന്നത്. അതായത് ബ്രോക്കറേജിന് മുകളിൽ ഒരു 5 രൂപയോളം, അതായത് 4.89 റുപ്പീസ് എക്സ്ട്രാ വരുന്നുണ്ട് 200 ക്വാണ്ടിറ്റി മേടിക്കുമ്പോൾ. ഇനി നമ്മളത് ഡെലിവറി എടുക്കുന്ന നേരം ഓർഡർ ആണെങ്കിൽ ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ ചാർജിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും വേറെ എത്ര എക്സ്ട്രാ ചാർജ് വരുന്നുണ്ടെന്നുള്ളത്. അതിനകത്ത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രോക്കറേജ് ഡെലിവറി എടുക്കുന്നതിന് ഫ്രീ ആണ് ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ. അതുപോലെ തന്നെ സെക്യൂർ ട്രാൻസാക്ഷൻ ചാർജ് ഏകദേശം 20 രൂപ 0.54 വരുന്നുണ്ട്.
ഡിമാറ്റ് ട്രാൻസാക്ഷൻ ഡെലിവറി ആയതുകൊണ്ട് 0 ആണ് കണ്ടത് വരേണ്ടേ ഉള്ളൂ. ഓക്കെ, സെബിയുടെ ചാർജ് എത്രയായിരുന്നു? സ്റ്റാമ്പ് ഡ്യൂട്ടി അതിവിടെ എസ് ടി ടിയിൽ കാണിച്ചാണ് 20 ഏകദേശം 24.29 റുപ്പീസ്. ബ്രോക്കറേജ് 0 ആയിട്ട് പോലും ബാക്കി എക്സ്ട്രാ ചാർജസ് വരുന്നുണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടിയും എല്ലാം GST എല്ലാം കൂട്ടി. അപ്പോൾ നമുക്കിങ്ങനെ അഡ്വാൻസ് ആയിട്ട് തന്നെ എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ 2 ഫീച്ചേഴ്സാണ് ശരിക്കും ഒരു അഡ്വാൻസ് ഫീച്ചേഴ്സായിട്ട് ഈ അപ്ഡേഷനകത്ത് ക്ലിയർ ആയിട്ട് തന്നെ. പിന്നെ നമ്മുടെ എത്ര മാർജിൻ ഉണ്ടെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ ഞാൻ അത് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് കാണിച്ചാൽ മാർക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. മാർക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസിൽ ഓർഡർ എക്സിക്യൂട്ട്, ഇവിടെ നമ്മൾ ബൈ അടിക്കുമ്പോൾ ആ ഓർഡർ എക്സിക്യൂട്ട് ആവും. നമ്മളിനി ചെയ്യേണ്ടത് ബൈ അടിക്കുവാണ്. ഇപ്പോൾ ഇത് മാർക്കറ്റ് ടൈം അല്ലാത്ത കാരണം ഞാൻ അത് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. മാർക്കറ്റ് അവർ അല്ലാത്ത കാരണം ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ ഫ്രണ്ട്സ്, പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെല്ല് ചെയ്യാനാണെങ്കിലും പ്രോസസ് സെയിമാണ്. എടുക്കുക, ക്ലിക്ക് ചെയ്യുക, സെല്ല് ക്ലിക്ക് ചെയ്യുക. ഇൻട്രാഡേ ആണെങ്കിൽ ഇൻട്രാഡേ സെലക്ട് ചെയ്യുക. മാർജിൻ ആണെങ്കിൽ മാർജിൻ്റെ കാര്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ബൈ തന്നെ കാണിച്ചു തരാം. ITCയുടെ ഞാൻ ബൈ എടുക്കുകയാണ് കാണിക്കുന്നത്. ബൈ നിങ്ങളിവിടെ കാണാൻ സാധിക്കും. മാർജിനിലാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. മാർജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് ലോൺ എടുത്താണ് ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും പെർ ഡേ എത്ര രൂപയാണ് എക്സ്ട്രാ വരുന്നത്. 0.049%. അതായത് നമ്മൾ 1000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 5000 രൂപയുടെ ഷെയർ മേടിക്കാൻ സാധിക്കും. പക്ഷേ ബാക്കി വരുന്നത് 4000 രൂപയ്ക്ക് പെർ ഡേ 0.049% നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കണം. അത് പെർ ഡേ ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും എമൗണ്ട് വന്നാൽ നമ്മൾ ഒരു 2 ദിവസമൊക്കെ ഡെലിവറി എടുത്ത് മേടിക്കുകയാണെങ്കിൽ പോലും അതിനുള്ള ഗ്രോത്ത് കിട്ടുവാണെങ്കിൽ നമുക്ക് ലാഭമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ മുടക്കുന്ന പൈസ നഷ്ടമായിട്ട് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ മാർജിനിൽ ബൈ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മാർജിനിൽ ബൈ ചെയ്ത സാധനം എപ്പോഴും പലവരും പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർജിനിൽ ബൈ ചെയ്യും. നമ്മൾ പോർട്ട്ഫോളിയോയിലേക്ക് വന്നു കഴിയുമ്പോൾ ഡയറക്റ്റ്ലി സെല്ല് ചെയ്യാൻ നോക്കും. മാർജിനിൽ ബൈ ചെയ്ത സാധനം മാർജിനിൽ തന്നെ സെല്ല് ചെയ്യണം. അതാണ് എൻ്റെ റൂള്. ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മൾ മാർജിനിൽ മേടിച്ച സാധനം മാർജിൻ അല്ലാതെ ഡയറക്റ്റ്ലി സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞ് അവരെ കൊണ്ട് ബാക്ക് എൻഡിൽ ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ മാർജിൻ ബൈയുടെ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. മാർജിനിൽ ബൈ ചെയ്താൽ മാർജിനിൽ തന്നെ സെല്ല് ചെയ്യാൻ ശ്രമിക്കണം. ഇനി സെൽ ഓർഡറിലേക്ക് വരാം. സെൽ ഓർഡർ പ്രോസസ്സ് സെയിം ആണ്. ക്ലിക്ക് ചെയ്യുക, സെൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ക്വാണ്ടിറ്റി എത്രയാണെന്ന് അടിക്കുക. ഇൻട്രാഡേ ആണെങ്കിൽ ഇൻട്രാഡേ സെലക്ട് ചെയ്യുക, ലിമിറ്റ് പ്രൈസ് സെലക്ട് ചെയ്യുക, സെൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. നമുക്ക് ആപ്ലിക്കൽ ചാർജസ് അവിടെ ചെക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. ബാക്കി പ്രോസസ്സെല്ലാം സെയിം ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു, ബൈ.